പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും അട്ടിമറിയും അപ്രതീക്ഷിത കൂട്ടുകെട്ടുകളും ഉണ്ടായെങ്കിലും മാള വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിൽ എല്ലാം ശാന്തം. ഒരംഗങ്ങളുടെ മേൽക്കോയ്മയിൽ ഭരണം എന്താകുമെന്ന ചോദ്യത്തിനും ഉത്തരം ജനാധിപത്യപരമായ അംഗങ്ങൾ രേഖപ്പെടുത്തി. മാള വെള്ളാങ്കല്ലൂർ കൊടകര എന്നീ പഞ്ചായത്തുകളിൽ കാര്യമായ ഒരു ട്വിസ്റ്റും ഉണ്ടായില്ല. തദ്ദേശ സ്ഥാപന അധ്യക്ഷ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മാള വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വോട്ടെടുപ്പ് നടന്നു. എവിടെയും അട്ടിമറി ശ്രമങ്ങളൊന്നും ഉണ്ടായില്ല. മാള ബ്ലോക്കിൽ കോൺഗ്രസിലെ സുഭാഷിണി രാജീവും വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടനുമാണ്. വെള്ളാങ്കല്ലൂരിൽ CPM-ലെ വത്സല ബാബുവാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. CPI അംഗം ആലിസ് തോമസാണ് വൈസ് പ്രസിഡന്റ്. മാള ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-ലെ PK രാധാകൃഷ്ണനാണ് പ്രസിഡന്റ്. എതിർ സ്ഥാനാർത്ഥിയായ ജോഷി കാഞ്ഞുത്തറയെ 1 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് PK രാധാകൃഷ്ണൻ മാളയിൽ പ്രസിഡന്റായത്. 4 അംഗങ്ങളുള്ള BJP വിട്ടുനിന്നു. അന്നമനടയിൽ കോൺഗ്രസിലെ സുനിത സജീവൻ പ്രസിഡന്റായി. LDF-ലെ പ്രസീത മുരളിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. സുനിതയ്ക്ക് 14 വോട്ടുകളും പ്രസീതയ്ക്ക് 6 വോട്ടുകളും ലഭിച്ചു. അതിനിടെ CPI അംഗം മറ്റൊരു കോൺഗ്രസ് അംഗത്തെ ഇവിടെ നാമനിർദ്ദേശം ചെയ്തതും മറ്റൊരു CPI അംഗം പിന്തുണച്ചതും അമ്പരപ്പുളവാക്കി. എന്നാൽ നിർദ്ദേശം കോൺഗ്രസ് അംഗം തള്ളുകയായിരുന്നു. PD ജോസാണ് അന്നമനടയിൽ വൈസ് പ്രസിഡന്റ്. പൊയ്യയിൽ കോൺഗ്രസ് യുവനേതാവ് ഔസേപ്പച്ചൻ ജോസാണ് പ്രസിഡന്റായി അവരോധിതനായത്. ജോളി സജീവാണ് വൈസ് പ്രസിഡന്റ്. കുടൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സിൽവി സേവ്യർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി MA ജോജോയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ആളൂരിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി റോസിലി ഫ്രാൻസിസും വൈസ് പ്രസിഡന്റായി PC ഷൺമുഖനും ചുമതലയേറ്റു. പുത്തഞ്ചിറയിൽ CPM-ലെ VN രാജേഷാണ് പ്രസിഡന്റ്. സജിത സുനിൽകുമാറാണ് പുത്തഞ്ചിറയിൽ വൈസ് പ്രസിഡന്റ്. വെള്ളാങ്കല്ലൂരിൽ കോൺഗ്രസിലെ സുലേഖ അബ്ദുള്ളക്കുട്ടിയാണ് പ്രസിഡന്റ് പദവിയിലേക്കുള്ള നിയോഗം. സുലേഖ അബ്ദുള്ളക്കുട്ടിക്ക് 11 വോട്ടുകളും LDF-ലെ രജനി ബാബുവിന് 10 വോട്ടുകളും ലഭിച്ചു. 2 അംഗങ്ങൾ ഉള്ള BJP വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമായി. സ്വതന്ത്രനെ പ്രസിഡന്റാക്കി UDF ഭരണം പിടിച്ചു. പേരാമ്പ്ര പഴമ്പിള്ളി 10ാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ജോയ് നെല്ലിശ്ശേരി ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെയാണ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയത്. ഇടതുപക്ഷത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ CM ബബീഷിനെയാണ് പരാജയപ്പെടുത്തിയത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പ്രനില ഗിരീശൻ വിജയിച്ചു. ഇടതുപക്ഷത്തിന്റെ റോസിലി പാപ്പച്ചനെയാണ് പ്രനില ഗിരീശൻ പരാജയപ്പെടുത്തിയത്. കൊടകര പഞ്ചായത്തിൽ ആകെയുള്ള 20 സീറ്റിൽ 7 സീറ്റ് LDF-ഉം 7 സീറ്റ് UDF-ഉം 5 സീറ്റ് BJP-യും ഒരു സ്വതന്ത്രനുമാണ് വിജയിച്ചത്. മീഡിയ ടൈം മാള.